ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ച് എങ്ങോട്ടേക്കാണ് ഈ നടന്നു പോകണേന്ന്. ഞാൻ ഇന്ന് പോകുന്നത് മാങ്ങ പെറുക്കാനാണ് ഗൈസ്. ഇതിപ്പം മാങ്ങയുടെ സീസണാണ്. ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ പുറത്ത് മാങ്ങ ഇങ്ങനെ പൂത്ത് കായ്ച്ച് താഴെ നിലത്ത് വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല ഗൈസ്, മാങ്ങയില്ല ഗൈസ്. മാങ്ങ പെറുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം നമ്മളെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ്. നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ പെറുക്കാമെന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. നല്ല കാറ്റടിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ മാങ്ങ പെറുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം മാങ്ങ മാവിൻ്റെ ചോട്ടിലും ആടിയിടായിട്ട് വീണിട്ടുണ്ടായിനി. ഞാൻ ഈ തിരിച്ചും മറിച്ചും കാണിച്ചു തരുന്നത് അവിടുത്തെ മാവിൻ്റെ ഉയരമാണ് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാങ്ങ നന്നായിട്ട് തൂങ്ങി നിൽക്കുന്നുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എൻ്റെ കൈനെ കൊണ്ട് ആക്ഷൻ വരെ കാണിക്കുന്നുണ്ട്. ഈ മാങ്ങയെല്ലാം പറക്കി സഞ്ചിയിലാക്കിയത് എൻ്റെ അനിയത്തിയാണ്. ഞാൻ മാങ്ങയൊന്നും പറക്കിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കൂടെ അവളുടെ ബാക്കിലേ നടന്ന് അത്യാവശ്യം വീഡിയോ കവർ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പതിവിലും അധികം മാങ്ങ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം മാങ്ങ കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഇന്ന് ഇത്രത്തോളം മാങ്ങ കിട്ടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് ഇത്രയൊന്നും കിട്ടാറില്ല. കാരണം വീടിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരും ഈ മാങ്ങ കഴിക്കാറുണ്ട്. നമുക്ക് മാങ്ങ പെറുക്കാൻ മടിയായിട്ട് അധികം പോകാറില്ല. ഇന്നെന്തോ ഒരു മാങ്ങ തിന്നേണ്ട പൂതി തോന്നി, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഒന്നും കൂടി പറയുകയാണെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.